ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 77ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മൾ കഴിഞ്ഞ ഒരു 8-9 സെഷനുകളായിട്ട് നമ്മൾ ഒരു 17 വയസ്സുകാരൻ്റെ പൈശാചിക ആവാസത്തിനിരയായ അനുഭവം ഓജോ ബോർഡ് വഴി വന്നത്, അതിൽപ്പെട്ട അവൻ്റെ സ്കൂൾ പഠിത്തം നിന്നുപോയത്, വീട്ടിൽ പോലും താമസിക്കാൻ മേലാത്ത അവസ്ഥ, ധ്യാനത്തിന് വന്നിട്ടും അവന് അത് ഉപകാരപ്പെടുത്താൻ പറ്റുന്നില്ലാത്ത കെട്ടപ്പെട്ട അവസ്ഥ, അതെല്ലാം പറഞ്ഞ് കുറേ കാര്യം നമ്മൾ കാണുകയായിരുന്നു. ചില അനുഭവ പാഠങ്ങൾ, അത് പൊതുോച്ചാടന അനുഭവ പാഠങ്ങളെന്ന് പറയുന്നത് ശരിക്കും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ തന്നെയാണ്. ഈശോ തൻ്റെ സുവിശേഷത്തിലൂടെ പങ്കുവെക്കുന്ന മുഴുവനും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്കറിയാമല്ലോ. ഈ പയ്യന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പാഠവും കൂടി നമുക്ക് പരിഗണിക്കാനായിട്ടുള്ളത്, ഈ മാതാപിതാക്കൾ 2 ധ്യാനം വന്ന പയ്യനെ കൊണ്ട് കൂടി കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പോകാൻ നേരമാണ് അവരൊരു കാര്യം സൂചിപ്പിക്കുന്നതും വെളിപ്പെടുത്തുന്നതും എന്ന് വെച്ചാൽ, അവരുടെ ദാമ്പത്യം കുറേ വർഷങ്ങളായിട്ട് വല്ലാത്ത ഒരു സംഘർഷ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇത് മാത്രമല്ല, അവർ വിവാഹമോചനത്തിൻ്റെ ഏതാണ്ട് വക്കിലാണ്. പക്ഷെ ഇത് ഇവർ വന്ന അവസരത്തൊന്നും ഇതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അവിടെ ഇതേപ്പറ്റി ഞങ്ങൾക്ക് ഒരു സൂചന പോലും കിട്ടിയില്ല, അവർ തന്നില്ല. അവർ വളരെ വിദഗ്ധമായിട്ട് സന്തോഷമായിട്ട് അവർ കാണപ്പെടുകയും പെരുമാറുകയൊക്കെ ചെയ്തു. അവസാനം ഞങ്ങൾക്ക് തിരിച്ചറിവ് കിട്ടിയ കാര്യമാണ്, ഈ യുവാവിൻ്റെ ഈ ഒരു നിസ്സഹായ അവസ്ഥയ്ക്ക് ഇടവരുത്തിയത് യഥാർത്ഥത്തിൽ ആ മാതാപിതാക്കളുടെ ദാമ്പത്യത്തിലെ ഈ ഒരു വിള്ളലും അകൽച്ചയുമാണ്. കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ ആത്മീയ സഹായം തേടി ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിക്കുകയോ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ഏതാണ്ട് 90% കേസുകളിലും കാണുന്നൊരു കാര്യം, കുഞ്ഞുങ്ങളിലല്ല യഥാർത്ഥത്തിൽ പൈശാചിക മേഖലയ്ക്കൊരു എൻട്രി പോയിന്റ്, ഒരു പ്രവേശന പഴുത് കിട്ടിയത്, മറിച്ച് മാതാപിതാക്കളുടെ ജീവിതത്തിലൂടെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഒരു കുടുംബത്തെ കുടുംബമാക്കുന്നത് ഒരു യുവാവും യുവതിയും ഭാര്യയും ഭർത്താവുമായിട്ട് ദാമ്പത്യത്തിൽ കടന്നു വരുമ്പോഴാണ് കുടുംബത്തിൻ്റെ രൂപഭാവം ആദ്യം ഉണ്ടാകുന്നത്. ആ ഒരു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോഴും ആ ഒരു കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഈ അപ്പനും അമ്മയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ബന്ധമാണ്. ഒരു വീടിൻ്റെ മേൽക്കൂട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റിയാൽ, ഇങ്ങനെ മേൽക്കൂട് കാണുമ്പോൾ മേൽക്കൂട് ചേർന്ന് ഇരിക്കുമ്പോഴാണ് ആ വീടിനകത്ത് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും പെരുമാറാൻ സാധിക്കുന്ന, ഉറങ്ങാനും ഉണ്ടും ഉറങ്ങിയും പഠിച്ചും വിശ്രമിച്ച് സുരക്ഷിതമായിട്ട് മഴയും വെയിലും പൊടിയും മഞ്ഞും ഒന്നും അടിക്കാതെ. എന്നാൽ ഈ ഒരു വീടിൻ്റെ മേൽക്കൂട് ഇങ്ങനെ പൊളിഞ്ഞ് പോയിരിക്കുമെന്ന് വിചാരിക്കുക, തുറന്ന് പൊളിഞ്ഞു പോയി. അങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന മേൽക്കൂടുള്ള ഒരു വീടിനകത്ത് താമസിക്കുന്ന വ്യക്തികൾക്ക് വെയിലടിക്കും, മഴ പെയ്യുമ്പോൾ നനയും, മഞ്ഞ് വരുമ്പോൾ അതങ്ങനെ പക്ഷികൾ കാഷ്ടിക്കും, ഒരു സംരക്ഷണം ഇല്ല, അവർക്ക് സുരക്ഷിതത്വമില്ല. ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഉള്ള് പരസ്പരം അകന്ന് വെറുത്ത് പോകുന്ന അവസ്ഥ, ഇങ്ങനെ മേൽക്കൂട് പൊളിഞ്ഞു പോകുന്ന വീടിൻ്റെ അവസ്ഥയാണ് കുടുംബത്തിനുണ്ടാക്കുന്നത്. അങ്ങനത്തെ കുടുംബങ്ങളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഈ മേൽക്കൂട് പൊളിഞ്ഞ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഒരിക്കലും ശരിയാവുകയില്ല. എന്നും പനിയും ചുമയും ജലദോഷവും തുമ്മലും അലർജി ആയിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ ദാമ്പത്യത്തിലെ അകൽച്ചയുമായിട്ട് മാതാപിതാക്കൾ നീങ്ങുന്നിടത്ത് അവരുടെ ചുമതല ഏൽപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണമില്ല. അങ്ങനെയുള്ളിടത്തോട്ട് പല രീതിയിലുള്ള തിന്മയുടെ ആക്രമണങ്ങൾ കടന്നു വരും. നമ്മൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ തേങ്ങയുടെ കാര്യം പറയുമ്പം, വാടയ്ക്ക തേങ്ങ തെങ്ങിൽ നിന്ന് വീഴുന്നു. വാടയ്ക്ക തേങ്ങ കൊള്ളിയല്ലാത്ത കായുണ്ടായി മൂത്തു, പക്ഷെ അത് ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയിൽ രുചികെട്ട് വാടയ്ക്ക തേങ്ങ എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ വാടയ്ക്ക തേങ്ങ പിന്നെയും പിന്നെ തെങ്ങിൽ നിന്ന് വീഴുന്ന കാണുമ്പോൾ നമ്മൾ ഈ മരുന്നടിക്കേണ്ടത് തേങ്ങായിക്കാണോ തെങ്ങിനാണോ? ശ്രദ്ധ വരുത്തേണ്ടത് തേങ്ങായുടെ മേലാണോ തെങ്ങിൻ്റെ മേലാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഉത്തരം നമുക്കറിയാം, തേങ്ങായിലല്ല മരുന്നടിക്കേണ്ടത്, തെങ്ങിനാണ്. വാടയ്ക്ക തേങ്ങ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പല രീതിയിൽ പോരായ്മകളിലേക്കൊക്കെ പോയി വാടിയും കോടിയൊക്കെ പോകുമ്പം നമ്മൾ ദമ്പതികൾ, മാതാപിതാക്കളൊക്കെ ആയിരിക്കുന്നത്, നമ്മൾ അച്ഛന്മാരായിരിക്കും, ഞങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മൾ ആരെയാണ് ദൈവം കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മൾ ആണ് ആത്മശാസ്ത്രം നമ്മിലേക്ക് നോക്കേണ്ടത്. ഒരിക്കലും ഒരു 10-17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് അപ്പനും അമ്മയും കൊണ്ട് ധ്യാനത്തിന് വന്നു. അവൾക്ക് ഡിപ്രഷനാണ്, നല്ല മിടുക്കിയ ഒരു പെൺകുട്ടി, പക്ഷെ ഡിപ്രഷനാണ്. അവളിങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ധ്യാനം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ പക്കൽ വന്നിട്ട് കണ്ണ് നിറഞ്ഞു പറഞ്ഞ, അച്ഛാ ഇപ്പം എനിക്ക് മനസ്സിലായി എന്താ സംഭവം, കൊച്ചിങ്ങനെ ആയപ്പോൾ എന്താണെന്നുള്ളത്.
ഇവളല്പം നിറം കുറവാണ് ഈ പെൺകുട്ടിക്ക്. ബാക്കി വീട്ടിലെല്ലാവരും അപ്പനും അമ്മയും മറ്റു മക്കളും എല്ലാം അല്പം നിറമുള്ളവരാണ്. ഈ പെൺകുട്ടി അല്പം നിറം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കൊച്ചുനാൾ മുതലേ ഇവരെല്ലാവരും അമ്മ ഇവളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കറമ്പി കറമ്പി എന്ന് വിളിക്കും. തമാശായിട്ടും അല്ലാതെ എല്ലാം ഇങ്ങനെ വിളിച്ചു. ഓരോ പ്രാവശ്യം വിളി കേൾക്കുമ്പോഴും കൊച്ചിങ്ങനെ വല്ലാണ്ട് പ്രതികരിക്കും. പക്ഷെ അവൾ ചിരിച്ചുകൊണ്ടൊക്കെ പ്രതികരിക്കും. പക്ഷേ അവിടെ ഉള്ളിൽ ചളുങ്ങുകയാണ്. അങ്ങനെ അത് കേട്ട് അവൾ ഒരു മാനേജൊക്കെ കയറി വന്ന് ഇപ്പോൾ 10-15 വയസ്സായപ്പോഴത്തേക്ക് അവൾക്ക് ഡിപ്രഷനായി. അപ്പോൾ അമ്മയുടെ വായിൽ നിന്ന് വന്ന അഴുക്ക് വാക്കുകൾ, അല്ലെ പരിഹാസ വാക്കുകൾ, ഒരു അംഗീകാരമില്ലാത്തതിന് സന്തോഷമില്ലായ്മയുടെ കമൻറ്റുകൾ കേട്ട് കൊച്ചിങ്ങനെ വാടുകയാണ്. വാക്കിന് ശക്തിയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഓരോ വാക്കിന് ശക്തിയുണ്ട്. ദൈവം തൻ്റെ വാക്കുകൊണ്ടാണ് സൃഷ്ടിച്ചത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തോളം ശക്തിയാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 ഭാഗം പറയുന്നത് അതിൽ വചനമുണ്ടായിരുന്നു. വചനം എന്താ? വാക്ക്, ലോഗോസ്. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. ആ വചനം മാംസമായതാ ഈശോ. അവിടെ ദൈവത്തിന്റെ വാക്കിന് ദൈവത്തോളം ശക്തി ഉള്ളതുകൊണ്ട് ഉണ്ടാകട്ടെ എന്നപ്പോൾ ഉണ്ടാകുന്നു. ഈശോ ലാസ്റ്റ് പുറത്തു വരുന്ന പറയുമ്പോൾ ലാസ്റ്റ് പുറത്തു വരികയാണ്. അതുകൊണ്ടാണ് ദൈവം അനുഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ അവിടെ പവർ പോസിറ്റീവായിട്ട് നിറയുന്നത്. മറുവശത്ത് ശപിച്ചും പ്രാഗിയുമുള്ള വാക്കുകൾക്ക് അതിൻ്റെതായ തിന്മയുടെ സ്വാധീനമുണ്ട്. നമ്മളെ ആരെങ്കിലും മുഖത്ത് നോക്കി ഒരു ചീത്ത വിളിച്ചാല്, അഴുക്ക് പറഞ്ഞാല്, കോപിച്ച് സംസാരിച്ച് നമ്മൾ അപ്പോഴേ മുഖം തെളിയുമോ? ഇല്ല, മുഖം വാടും. എന്താ മുഖം വാടാൻ കാരണം? അവരുടെ വാക്കിലൂടെ അവരുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി, വെറുപ്പ്, തിന്മ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു വന്നു. അത് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തെ കെടുത്തി. ഹൃദയം മുറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ കണ്ണു നിറയും, നമ്മൾ വാടും, കരയും, നിരാശയിലേക്ക് പോയെന്ന് വരും. അത്രയും പവർ വാക്കിലൂടെയാണ് വരുന്നത്. വാക്കിലൂടെ വന്നതാണ്. അപ്പൊ മാതാപിതാക്കളായിരിക്കുന്നവര്, മക്കളെ വളർത്തിയെടുക്കുന്നവർ എന്തുമാത്രം കുഞ്ഞുങ്ങളെ ശക്തിപ്പെടുത്തണം. ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് തിന്നാൻ കൊടുക്കുന്നത് മാത്രമല്ല. ഈശോ പറയുന്നത് നമുക്കറിയാമല്ലോ, ദൈവത്തിന്റെ അതിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടും മനുഷ്യൻ ജീവിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അപ്പന്റെ അമ്മയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടും കൂടിയാണ് മക്കൾ ജീവിക്കേണ്ടത്. യോഹന്നാൻ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ വാക്യങ്ങളിൽ ലോകത്ത് അങ്ങ് എനിക്ക് നൽകിയ അപ്പസ്തലന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അവർ അങ്ങയുടേതാണെന്ന് ഇതാണ് ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഇടപ്രകാരമുണ്ട്. അങ്ങയുടെ വചനം ഞാൻ അവരെ അറിയിച്ചു, അവരെ സ്വീകരിച്ചു. ഉണ്ടോ? ഈശോ അപ്പസ്തലന്മാരോട് സംസാരിച്ച ദൈവത്തിന്റെ വചനങ്ങളാണ്, ദൈവത്തിന്റെ ഉള്ളത്തോട് ചേർന്ന ചിന്തകളാണ്. അപ്പം നമ്മളും മാതാപിതാക്കളും മുതിർന്നവരൊക്കെ ആയിരിക്കും നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം ചാലിച്ച് വേണം കൊടുക്കാൻ. കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മയും, അമ്മ ഭക്ഷണം കൊടുക്കുമ്പോൾ അപ്പം ചുട്ടു, ആ അപ്പം അതേപടി വായി കൊണ്ട് വെച്ച് കൊടുക്കുകയില്ല. ആ അപ്പം കയ്യിലെടുത്തിട്ട്, ചോറ് കയ്യിലെടുത്തിട്ട് ആ കുഞ്ഞിൻ്റെ പ്രായത്തിനും ദഹനശേഷിക്കും വായയുടെ അവസ്ഥ പല്ലൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കും. അതിങ്ങനെ ചാലിച്ച് കൈകൊണ്ട് വേണ്ട പോലെ ചാലിച്ചെടുത്തിട്ട് ഞെക്കി പാകപ്പെടുത്തി വായി വെച്ച് കൊടുക്കും കുഞ്ഞിൻ്റെ അവസ്ഥ വെച്ച്. ഇപ്പം നമ്മൾ തമ്പുരാന്റെ വചനം അപ്പനും അമ്മയും കയ്യിലെടുത്തിട്ട് ഉള്ളിലെടുത്തിട്ട് അതിനെ സ്വാംശീകരിച്ച് കുഞ്ഞുങ്ങൾക്ക് പാകത്തിന് പകർന്നു കൊടുക്കണം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ അധരങ്ങൾ തിന്മയുടെ വാക്കുകൾ പുറപ്പെടരുത്, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി സന്ദർഭം അനുസരിച്ച് ദൈവത്തിന്റെ വചനങ്ങൾ, വാക്കുകൾ പറയണം. അപ്പം ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യത്തക്ക രീതിയിലുള്ള വാക്കുകളെ വായിന്ന് വരാവൂ. വാക്കിന്റെ കാര്യം ഇത്ര ഗൗരവമായിരിക്കുന്നത് തന്നെയാണ് പ്രവൃത്തികളുടെ കാര്യം. മാതാപിതാക്കളുടെ സകല പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഇടപെടലുകളും കുഞ്ഞുങ്ങളെ ശക്തിപ്പെടുത്തി സ്നേഹത്തിൽ നിറച്ച് ദൈവിക കൊണ്ട് നിറച്ച് ദൈവത്തിന്റെ ഛായയ്ക്കും സാദൃശ്യത്തിനും അനുസൃതമായ രീതിയിൽ വളർത്തിയെടുക്കാൻ പര്യാപ്തമായ രീതിയിലാവണം. അതല്ലാത്ത പെരുമാറ്റങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കൾക്കത് മുറിവാണ്, ചതവാണ്. ആ മുറിവിലും ചതവിലും തിന്മയുടെ സാന്നിധ്യം കയറി പ്രവർത്തിക്കാൻ ഇടവരികയും ചെയ്യും. അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലം, ഒരു സംരക്ഷണമില്ലായ്മ. ഞാൻ ഈ പറഞ്ഞ 17 വയസ്സുകാരൻ ഞാൻ പറഞ്ഞില്ലേ, ഓജബോർഡ് കളിച്ച് സ്കൂളിൽ വെച്ച് കൂട്ടുകാരുമായിട്ട് കൂടിയിട്ട് തിന്മയ്ക്ക് കൂടി തുറന്നു കൊടുത്ത അവസ്ഥയിൽ ഇപ്പം അപ്പനും അമ്മയും കൂടെ എത്ര ധ്യാനിപ്പിക്കാൻ കൊണ്ട് നോക്കിയിട്ട് അവനൊന്നും തിരിയുന്നില്ല, അവനക്ക് താല്പര്യമില്ല ആ അവസ്ഥയിൽ. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചറിയായിരുന്നു, ഈ അപ്പനും അമ്മയും അവരുടെ ദാമ്പത്യം വല്ലാത്തൊരവസ്ഥയിൽ തകർച്ചയുടെ വക്കിലെത്തിയിട്ട് അവർ തന്നെ ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ള അവസ്ഥയിലാണ്. അതാണ് ഈ കുഞ്ഞിന് ആത്യന്തികമായിട്ട് സംരക്ഷണമില്ലായ്മ കൊടുക്കാനായിട്ട് വന്നത്. ഇതെത്ര പറഞ്ഞു പോകുമ്പോൾ എളുപ്പമാണെന്ന് പറഞ്ഞാലും ചെയ്തു വരുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമ്മളത് ഈശോ പറഞ്ഞില്ലേ, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം മനസ്സിലാക്കുന്നില്ല. ഏത് ഉപദേശം? വിവാഹ ജീവിതത്തിന്റെ ഉപദേശം. 10:19 കാണുന്ന വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും, കൃപ പ്രാർത്ഥന വഴി നേടിയെടുത്ത് പൊരുതിക്കൊണ്ട് മാത്രമേ
വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ദാമ്പത്യത്തിൻ്റെ ചുമതല നിർവഹിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് ദൈവിക അവസരം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് സാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.